ധനുഷയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലരും പല നടന്മാർക്കെതിരെയും ഈ ലൈംഗികാരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങളെ പീഡിപ്പിച്ചതായി ആരോപിച്ച് പല നടിമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ജയസൂര്യ, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പല നടന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ഇര ആരോപണം ഉന്നയിച്ച ഒരു പരാതിക്കാരി അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. കൂടുതൽ എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഈ പിൻവലിക്കാനുണ്ടായ കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ നടി ഇത് പിൻവലിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ളൊരു പിന്തുണ കിട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാരിനെ കൂടെ ഇവരുടെ ഈ ഒരു നടപടി ബാധിക്കുന്നുണ്ട്. കാരണം പൊതുസമൂഹം അങ്ങനെ ചർച്ച ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് സർക്കാർ വ്യക്തമാക്കണം എന്താണ് സർക്കാർ ഇവർക്ക് കൊടുക്കാത്ത പിന്തുണ എന്നുള്ള കാര്യം. കാരണം അവരൊരു സ്ത്രീയാണ് പ്രാഥമികമായിട്ട്, അതുകൊണ്ട് മാത്രം അവർ പറയുന്ന അവരാരോപിക്കുന്ന കാര്യം വ്യാജമായിക്കോട്ടെ സത്യമായിക്കോട്ടെ, പക്ഷേ അവർ ഒരു സ്ത്രീയാണ്. നിയമപരമായിട്ട് സ്ത്രീയുടേതായിട്ടുള്ള പരിഗണന നമ്മുടെ നിയമസംഹിതകൾ നൽകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ സർക്കാർ പറയണം എന്താണ് ഇവർക്ക് കൊടുക്കാത്ത നിയമപരമായിട്ടുള്ള ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാത്ത സപ്പോർട്ട് എന്ന് പറയണം. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന കേസ്, ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന കേസിന് വ്യാജമാണ്, തെളിവില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇവൻ അന്ന് തന്നെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിലും വന്നിരുന്ന് പറഞ്ഞതും ഇവൻ അന്ന് തന്നെ പല ചാനലുകളിലും വന്നിരുന്ന് പറഞ്ഞതും. കാരണം ഈ പീഡിപ്പിക്കപ്പെട്ട നടി എന്ന് പറഞ്ഞാൽ ഇരയാണല്ലോ. അപ്പോൾ ഇരയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇരയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നൊരു സംഭവം നിലനിൽക്കുമ്പോൾ ചാനലിൽ വന്ന് എൻ്റെ മുഖം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയൊരു സ്ത്രീയാണ്. മനസ്സിലായി? ചാനലിൽ വന്നിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്താ എൻ്റെ മുഖം കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ റിപ്പോർട്ടർ ചാനലിലെ അവതാരികയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് പറയുന്നു അത് കാണിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു നിയമമാണ്. നിങ്ങളൊരു ഇരയാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ നിയമപരമായിട്ട് നിങ്ങളുടെ അപ്പോൾ അവർ പറയുകയാണ് എനിക്ക് പ്രശ്നമില്ലല്ലോ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു കശപിശ ഉണ്ടാക്കി അവർ ചാനലിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ത്രീയുടെ രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെയും ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കോടതി അത് മുഖവിലേക്കെടുക്കില്ല. ഇത് പൊതുസമൂഹം മാത്രമേ മുഖവിലേക്കെടുക്കത്തുള്ളൂ. കാരണം കോടതി നമ്മുടെ സിദ്ദിഖിൻ്റെ കേസിൽ, ആ കേസിൽ സിദ്ദിഖിന് ആദ്യം ജാമ്യം നിഷേധിച്ചല്ലോ. പിന്നീട് സിദ്ദിഖ് സുപ്രീം കോടതി പോകണോ ജാമ്യം എടുത്തത്. ആ ജാമ്യം നിഷേധിച്ചപ്പോൾ സിദ്ദിഖിൻ്റെ കേസിൽ കോടതി പറഞ്ഞത് എന്തിനൊരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഭോഗിക്കാനായിട്ട് പോയാലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അവൾക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. അവരൊരു സ്ത്രീയാണ്, അവർക്ക് ഒരു നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ യെസ് പറഞ്ഞാൽ മാത്രമേ, അവർ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം മാത്രമേ നടത്താൻ പാടുകയുള്ളൂ. അതിപ്പോൾ ആരായിരുന്നാലും, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാലും, ഗേൾ ഫ്രണ്ട് ആയിരുന്നാലും, ഭാര്യ ആയിരുന്നാലും, ആരായാലും ശരി, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുകേഷിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മുകേഷ് എം എൽ എ അന്ന് പറഞ്ഞ മുകേഷ് എം എൽ എക്കെതിരെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഇവർക്ക് തെളിവില്ല എന്ന് ഇവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതില്ല ചാനൽ ചർച്ചകളിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചാനൽസിൽ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവരന്ന് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുകേഷ് നിരന്തരം ഇവരെ വിളിക്കുമായിരുന്നു, മുകേഷ് നിരന്തരം ഇവിടെ ലൈംഗിക ബന്ധത്തിനായി പ്രേരിപ്പിക്കുമായിരുന്നു. താൻ ലൈംഗിക ബന്ധത്തിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജനനേന്ദ്രിയം മെഴുകുകൊണ്ട് അടച്ചേരെ എന്നാണ് മുകേഷ് പറഞ്ഞത് എന്നാണ് ഇവർ പറയുന്നത്. അത് വലിയ വിവാദമായ വാക്കുകളാണ്. പിന്നീട് മുകേഷ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, മുകേഷിൻ്റെ പിറകിൽ മാധ്യമങ്ങളെല്ലാം കൂടെ ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് മുകേഷ് വലിയൊരു തലവേദനയായി മാറി. കാരണം ഇനി മുകേഷിന് എം എൽ എ സ്ഥാനമില്ല. കാരണം 2 തവണ മാത്രമേ CPM-ൽ എം എൽ എ ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി മുകേഷിനെ ഇത്തവണ സഹിക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. കാരണം ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ പിടിച്ച് പുറത്താക്കാം. മുകേഷ് ആണെങ്കിൽ CPM മെമ്പർ പോലും അല്ല എന്നാണ് പറയുന്നത്. അല്ലാതെ നിന്ന് ജയിച്ച് വന്നതാണ് മുകേഷ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുകേഷിനെതിരെയുള്ള കേസ് താങ്കൾ അതിന് തെളിവ് കൊടുത്തോ എന്നുള്ള ചോദ്യത്തിന് ആ ആക്രമിക്കപ്പെട്ടെന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് അവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, തെളിവൊക്കെ വേണമെങ്കിൽ മുകേഷ് കൊണ്ടുവരട്ടെ, മുകേഷിൻ്റെ എതിരെയല്ലേ ഞാൻ ആരോപണം ഉന്നയിച്ചത്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വഖഫ് ബോർഡിൻ്റെ വഖഫ് ബോർഡ് നിയമമൊക്കെ ഓർമ്മ വരും. അതായത് ഞാനൊരു സ്ഥലത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നു, അത് നിങ്ങളുടേതാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഉണ്ടോ? എൻ്റെ കയ്യിലൊന്നുമില്ല, അവർ വേണമെങ്കിൽ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ. ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇവർ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അവർ 5 പേജ് മുഖ്യതായ സർക്കാരിൻ്റെ ഭാഗത്ത് അത് ഹൈക്കോടതി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഫുൾ പേജ് വിത്ത് പേര്, ആൾക്കാരുടെ പേരുകൾ കളയാൻ പാടില്ല. ആ പേരുകൾ അടക്കം നിങ്ങൾ കോടതിയിൽ ഹാജരാക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ.
അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് പോലും സർക്കാർ പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചത്. അതായത് ഇവിടെ സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീകൾക്കുള്ള ഉന്നമനമാണ് എന്നൊക്കെ പറഞ്ഞ് വനിതാ മതിലും പല കാര്യങ്ങളൊക്കെ കെട്ടിയ സ്ത്രീകളുടെ പുരോഗമന നവോത്ഥാന ഉത്തേജനത്തിന് വേണ്ടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി നവോത്ഥാനം പൂത്തുലയ്ക്കാൻ നോക്കിപ്പിച്ച ഒരു സർക്കാരാണ്. പക്ഷേ ആ സർക്കാരിന് കിട്ടുന്ന തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ഒരു കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ആദ്യത്തെ ചോദ്യം വരും. രണ്ടാമത്തെ ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും സർക്കാർ പൂഴ്ത്തി വെച്ചു. പുറത്ത് വിട്ടത് ഭാഗികമായിട്ടാണ് പുറത്ത് വിട്ടത്. അതിനകത്ത് നടന്മാരുടെ പേരില്ല, നടിമാരുടെ പേരാണെങ്കിൽ ഉണ്ട് താനും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുത്തു സർക്കാർ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല. കോടതി ഇനി എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണ്. ആ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വന്നപ്പോൾ ഇത് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഗുരുതരമായി മാറി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാനായിട്ട് പോകുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ, അവരെ കൊണ്ടുപോകുന്ന അവരുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. എനിക്കൊരു ചാൻസ് മതി, ഞാൻ കൂടെ കിടക്കാനായിട്ട് തയ്യാറാണെന്ന് അവർ പറയുമ്പോൾ അത് കൺസെൻഷ്വലാണ്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മയക്കുമരുന്നോട്ട് വരുമ്പോൾ അത് കൺസെൻഷ്വൽ ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡൽഹി കോടതിയുടെ ഒരു വിധിയുണ്ട്. കാരണം ഒരു സ്ത്രീ മദ്യലഹരിയിലായിരിക്കുമ്പോൾ ആ സ്ത്രീ നിങ്ങളോട് ലൈംഗിക ബന്ധത്തിന്, അതായത് അവരുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയ്ക്ക് നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ അവരുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തിയാൽ പോലും ആ സ്ത്രീ നാളെ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പീഡനമാണ്. കാരണം ആ സ്ത്രീ ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലഹരി കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഡയമെൻഷനേ മാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഡയമെൻഷൻ പൂർണ്ണമായിട്ടും മാറിപ്പോയി. പോരാത്തതിനാൽ ലഹരി ഉപയോഗിച്ചുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെയൊക്കെ സെറ്റിൽ എന്നുള്ള കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായിട്ട് വന്നു, ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ട രീതിയിൽ സർക്കാർ അഡ്രസ്സ് ചെയ്തില്ല. പിന്നെ ജയസൂര്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ജയസൂര്യ ബാത്റൂം സ്റ്റാർ അല്ലെങ്കിൽ വാഷ് ബേസിൻ സ്റ്റാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം ബാത്റൂമിൽ വെച്ച് കയറി പിടിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ ആരോപണം ഉന്നയിച്ച യുവതി പറഞ്ഞിരിക്കുന്നത്. ബാത്റൂമിൽ വെച്ച് കയറി പിടിച്ചു, പിന്നെ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് കയറി പിടിച്ചു. അതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇവിടത്തുള്ള സാധാരണക്കാരൻ ഇപ്പോൾ അറിയാൻ യാതൊരു വിധ നിവൃത്തിയില്ല. അതിനകത്ത് നടക്കുന്നത് ഇതാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പറയിപ്പിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ ഇത് കൃത്യമായിട്ട് ഡീൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ നടിമാർ ജയസൂര്യക്കെതിരെയുള്ള പരാതിയും പിൻവലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് ജയസൂര്യ അന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജയസൂര്യ അന്ന് പറഞ്ഞത്, ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ വക്കീൽ എന്നോട് ആരോടും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മളിനി കാണുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടാകും എന്നാണ് ജയസൂര്യ പല ആൾക്കാരോടും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ദിവസം എത്തി എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ നടി പിൻവലിക്കാൻ പോകുന്നു, അതൊരു വ്യാജ ആരോപണമാണ് എന്നുള്ളത് ഏകദേശം വ്യക്തത നാട്ടുകാർക്കും എല്ലാവർക്കും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ നടി ആ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭീമമായിട്ടുള്ള തുകയുടെ ചിലവ് അവർക്കുണ്ടാകും. കാരണം കേസ് നടത്തണമെങ്കിൽ വക്കീലിനെ പിടിക്കണം, വക്കീലിന് സീറ്റ് കൊടുക്കണം, ഓരോ സിറ്റിംഗ് വെച്ച് സീറ്റ് കൊടുക്കണം. അപ്പോൾ അത് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ആ നടി ഇപ്പോൾ പിൻവലിക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു.